സൈനികക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് IAS സസ്പെൻഡ് ചെയ്തു. സർക്കാരിനെതിരെ പൊതുവേദികളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് നടപടി. മുൻകൂട്ടി അനുമതി തേടാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിൽ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചതുമാണ് നടപടി സ്വീകരിക്കാൻ കാരണമായതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. IAS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന കണ്ടെത്തലും നടപടിക്ക് അടിസ്ഥാനമായി. എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ജനങ്ങളുടെ പോളിനെയാണ് വിശ്വാസമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 4ലെ ഫലത്തിനായി കാത്തിരിക്കുന്നു. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നല്ല ഫലം കിട്ടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം കേരളത്തിൽ UDF തിരിച്ചുവരുമെന്ന് കാണിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുമെന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെയും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. 90 സീറ്റ് വരെ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. 9 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലത്ത് സഹപ്രവർത്തകയെ ശല്യം ചെയ്ത് ആക്രമിച്ചെന്ന പരാതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. വാട്ടർ അതോറിറ്റിയിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന നിഷാദാണ് അറസ്റ്റിലായത്. വർക്കല ഇടവ സ്വദേശിയാണ് നിഷാദ്. പ്രതിയോട് അടുപ്പം പുലർത്തണമെന്നാവശ്യപ്പെട്ട് വിവാഹിതയായ യുവതിയെ നിരന്തരം ശല്യം ചെയ്തതും വഴങ്ങാത്തതിൽ ആക്രമിച്ചെന്നുമാണ് പരാതി. കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓഫീസിൽ വെച്ച് ആക്രമിച്ചതടക്കം യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. 2025 മികച്ച സിനിമയ്ക്കുള്ള 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. തുടരും, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിലൂടെ മോഹൻലാൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കല്യാണി പ്രിയദർശൻ, അനശ്വര രാജൻ എന്നിവർ മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടു. എ പ്രഗ്നന്റ് വിഡോ എന്ന ചിത്രത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം രാജേഷ് തിലങ്കരി അർഹനായി. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു. കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച ജൂറി സിനിമകൾ കണ്ട ജേതാക്കളെ നിർണ്ണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുസ്തകമാണ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. 60 ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് DGP ഉത്തരവിറക്കിയത്. കോളേജ് അധ്യാപകരുടെ മാനസിക പീഡനവും ആത്മഹത്യയിലേക്ക് നയിച്ച ലോണാപ്പ് ഭീഷണിയും ഇനി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. വകുപ്പ് മേധാവി ഡോക്ടർ MK റാം മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ കുടുംബത്തോട് പറഞ്ഞിരുന്നു. മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടാൻ തീരുമാനം. കേരളത്തിൽ പാൽ വില വർദ്ധിപ്പിക്കാനുള്ള മിൽമയുടെ നീക്കത്തിന് സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെ ലിറ്ററിന് 4 രൂപ കൂട്ടാൻ തീരുമാനം. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ. പാൽ ഉൽപാദന ചെലവ് കൂടിയ സാഹചര്യത്തിൽ ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചു. അന്ത്യോദയ അന്നയോജന പ്രകാരം റേഷൻ വിതരണത്തിൽ നിന്ന് പഞ്ചസാര താൽക്കാലികമായി പിൻവലിച്ചതാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. ഇതനുസരിച്ച് മഞ്ഞക്കാട് ഉടമകൾക്ക് കിലോയ്ക്ക് 27 മുതൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തുവന്ന പഞ്ചസാര ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനത്തിൽ നിന്ന് മാറ്റി. ഇതോടെ റേഷൻ കട ഉടമകൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും പഞ്ചസാര വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. തെന്മല വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടി പ്രദേശത്തു നിന്നും കാണാതായ വ്യക്തിയുടേത്. തെന്മല ഭാഗത്തു നിന്ന് കാണാതായ കുഞ്ഞുമോൻ ജോസഫിന്റേതാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ. തലയോട്ടി കിട്ടിയ ഭാഗത്ത് നിന്ന് കണ്ടെടുത്ത മുണ്ടും ചെരുപ്പും ഇയാളുടെ മകനെത്തി തിരിച്ചറിഞ്ഞു. തലയോട്ടി ഉടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമേ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ മറ്റ് അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസ്, തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം. കുറ്റപത്രം ഉടൻ നൽകും. ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്ന് SIT കണ്ടെത്തി. കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തില്ല. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതിന് തെളിവില്ല. നടൻ ബോബി കുര്യനെയും സഹസംവിധായക ശാലിനിയെയും ചോദ്യം ചെയ്തിരുന്നു. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതായി വിവരമില്ല. കേസിന് മുമ്പ് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നതായി വിവരമുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികൾ ചാടിപ്പോയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്കെതിരെയാണ് നടപടിയെടുത്തത്. ASA അടക്കം 3 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് മാറ്റി. ചാടിപ്പോയ പ്രതികളിൽ ഒരാളെ ഇനിയും കണ്ടെത്താനായില്ല. ചാടിപ്പോയ റസലിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. റസൂലിനൊപ്പം കടന്നുകളഞ്ഞ സൂരജിനെ പോലീസ് പിടികൂടിയിരുന്നു.